6 മാസം മുൻപ് വന്ന് വെള്ളം കുടിച്ചുപോയി എന്ന് പറയുന്ന കടുവയെ തിരക്കി ക്യാമറ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ചിത്രകാരൻ്റെയും സുഹൃത്തുക്കളുടെയും മുൻപിൽ എത്തിയത് ഒരു ഒറ്റയാൻ. ഇതൊന്നുമറിയാതെ കടുവയുടെ ചിത്രം പകർത്തുവാനായി കാത്തിരുന്നുറങ്ങിപ്പോയെന്ന് കലാകാരൻ. തേക്കടിയിൽ ട്രക്കിംഗ് നടത്തുന്ന സമയത്ത് കൂടെ വന്ന ഗാർഡ് ഇവിടെ 6 മാസത്തിന് മുമ്പേ ഒരു കടുവ വന്ന് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്ന ഗബ്രിയേൽ, ഒരു മധുസൂദൻ സാറ്, അപ്പോൾ ഇവരും ഞാനും കുറച്ചു നേരം ക്യാമറയുമായിട്ടൊക്കെ അങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ പിന്നീട് ആലോചിച്ച് 6 മാസത്തിന് മുമ്പേ വെള്ളം കുടിച്ചതാണ് ഈ പാർട്ടി കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്ര എനിക്ക് ശരിയായിട്ടില്ല. കാര്യം ഞാൻ അത്യാവശ്യം ഉറക്കപ്രിയനാണ്. ഞാൻ അവർ രണ്ടുപേരും അങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന സമയത്ത് ഞാനവിടെ താഴെ പാറപ്പുറത്ത് സുഖമായിട്ട് ഉറങ്ങി. 2 മണിക്കൂറോളം ഉറങ്ങി. ഉറങ്ങിക്കിടന്ന കലാകാരന് മുൻപിൽ കൂടി കടന്നുപോയത് നരഭൂജിയായ കടുവയെ വെല്ലുന്ന ഒറ്റയാനെന്ന് കേട്ട് ഞെട്ടലോടെ ഉറക്കമുണർന്നു. ഒരു ആനയുടെ ചിഹ്നം വിളി കേട്ട് ഈ കൂട്ടുകാർ എന്നെ വിളിച്ച് എണീപ്പിച്ചപ്പോഴാണ് ഇവിടെ കടുവ വന്നില്ല, അതിന് പോരി തൊട്ടടുത്ത് തന്നെ ഒരു ഒറ്റയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു അത്ഭുതകരം എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പേടി. കാര്യം ഞാൻ ഈ 2 കൂട്ടുകാരുടെ അവരിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. മറ്റേ കൂട്ടുകാർ ടൈഗർ വരും, വെള്ളം കുടിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരുന്നു. പക്ഷേ ഈ ഒറ്റയാൻ അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയാൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഇവർ പേടിച്ചു എന്നെ വിളിച്ചു. ഞാനും എണീറ്റു. ഞങ്ങൾ 4 പേരുമായിട്ട്, ഗാർഡ് ഉൾപ്പെടെ ഞങ്ങൾ 4 പേരുമായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഇത് എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ മറ്റുള്ള യാത്രകളിലെല്ലാം എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അവർ ഫോറസ്റ്റിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കാട്ടിൽ കിടന്ന് ഉറങ്ങിയ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ പേര് പലപ്പോഴും പറയാറുണ്ട്. ഒരിക്കൽ ഞങ്ങൾ IBയിൽ താമസിച്ചിരുന്ന സമയത്ത് രാത്രി ഒരു 12 മണിയായപ്പോൾ അനിമൽസിനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു ഇൻഡിക്ക ഡീസൽ കാറിൽ, റീസെൻ്റായിട്ട് വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് ഇൻഡിക്ക ഡീസൽ കാറിൽ ഞങ്ങളിങ്ങനെ വരികയായിരുന്നു. അത് കുറേ ദൂരം വന്നു. ഒരു 11:30 മണിയൊക്കെ ആയി കാണും. ഒത്ത നടുക്ക് ഒരു ഒറ്റയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യരുത്, വണ്ടി ഓഫ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഒരാഴ്ച മേടിച്ച് ഉടനെ വന്ന ഒരു ഇതാണ്. എനിക്ക് ആ കാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. ഡീസൽ ആയതുകൊണ്ട് ലോങ്ങിങ് പോകുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യരുത്, വണ്ടി ഓഫ് ചെയ്യരുത് ബിജു എന്ന് മധുസൂദൻ സാർ എന്ന് പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പറഞ്ഞു. പക്ഷേ ഇത് 2 സംഭവിച്ചു. കാർ ഓഫായി, ലൈറ്റ് ഓഫായി. ഇതേസമയം സഞ്ചരിച്ച വാഹനത്തിൻ്റെയും പ്രവർത്തനം നിലച്ചിരുന്നു. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ഒരു ജീപ്പുകാരൻ വരികയും ഒറ്റയാനെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നത്. അടുത്ത സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ ഒരു 5 മിനിറ്റോളം വേർത്ത് വളരെ ടെൻഷൻ അടിച്ച് പക്ഷേ ഭാഗ്യത്തിന് തമാശയായിട്ട് പറയുകയാണെങ്കിൽ ആന വളരെ മാന്യനായ ഒരു ആനയായതുകൊണ്ട് അവൻ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയും കാറ് സ്റ്റാർട്ടാവുകയും ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ വന്ന ഒരു ജീപ്പുകാരൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ആന മാറി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റി. ഇനി വനയാത്രയ്ക്ക് താനില്ല എന്ന് പറഞ്ഞ് ബിജുലാലും സുഹൃത്തുക്കളും യാത്ര അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്കെത്തി. ഞാൻ അതിനുശേഷം രാത്രി അനിമൽസിനെ കാണാനായിട്ടുള്ള ഒരു ശ്രമം നടത്താറില്ല. കാര്യം വളരെ റിസ്ക് എടുത്തിട്ട് കാണുന്നതിനോട് എനിക്ക് വളരെ താല്പര്യമില്ല. കാര്യം അവർക്ക് അവരുടെ ലോകത്തിൽ നമ്മൾ ഒരു തടസ്സം ഉണ്ടാകരുത് എന്നൊരാഗ്രഹമുണ്ട്. ചെറുപ്പകാലം തൊട്ട് ചിത്രം പകർത്തൽ ഒരു ഹോബിയായി മാത്രമല്ല, ഒരു പഠനതലം എന്ന നിലയ്ക്കും ഒരുപോലെ കൊണ്ടുപോയിരുന്ന ചിത്രകാരൻ. പഠന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് ഫോട്ടോഗ്രാഫിയോടൊരു കമ്പവും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാനത് എല്ലാവരെയും അത് ആകാംക്ഷയോടെ കാത്തിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന എക്സിബിഷൻസ്, ആ ഫോട്ടോസ് അതെല്ലാം വളരെ കൊതിയോടെ എന്താ പറയുക, നിറഞ്ഞ മനസ്സോടെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ടാണ് ഒരു ക്യാമറ എൻ്റെ കയ്യിൽ വന്നത്. അത് മുതലാണ് ഫോട്ടോഗ്രാഫി തുടങ്ങിയത് തന്നെയാണ്. ഇതൊന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞു, ITയിൽ പോയി. IT കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്തു തുടങ്ങി. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അന്നൊന്നും ഇതൊരു ഇങ്ങനൊരു എന്താ പറയുക, ഈ ഒരു ലെവലിൽ വരും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല.
കുട്ടിക്കാലത്ത് ഓരോരുത്തരും ഓരോ വ്യക്തികൾ ഫോട്ടോ എടുക്കുന്നത് വളരെ കൊതിയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ സമയത്ത് എൻ്റെ സുഹൃത്ത് കയ്യിലിരുന്ന ക്യാമറ കൊടുത്തപ്പോൾ ഞാനത് വാങ്ങിച്ചു. കാര്യം അതുവരെയും ഞാൻ അങ്ങനെ ഒന്നും കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനത് വാങ്ങിച്ചു. അങ്ങനെ അതിൽ നിന്ന് ഓരോരോ ഫ്രെയിമുകളെടുത്തു. മത്സരങ്ങളുടെ ലോകത്തിലേക്ക് പത്രങ്ങൾ, മാഗസിൻസ്, മറ്റ് ക്ലബ്ബുകാരുടെ ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം പങ്കെടുത്ത് അങ്ങനെ തുടങ്ങിയതാണ്. അത് പിന്നെ അതൊരു കാലക്രമേണ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പാഷനായിട്ട് എങ്ങനെയോ എൻ്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. അച്ഛൻ, അമ്മ, 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞു. വൈഫ്, എൻ്റെ മക്കളുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂട്ടായ ഒരു സപ്പോർട്ട്. ഇന്നുവരെയും പോകണ്ട, ഒരു സ്ഥലത്ത് പോകണ്ട, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോകണ്ട, ഇന്നത് ശരിയല്ല, അത് അങ്ങനെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും താൻ ഒരു ഫോട്ടോഗ്രാഫറായി നിൽക്കുവാൻ കാരണമെന്ന് ബിജുലാൽ. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഫോട്ടോഗ്രാഫി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ജോലിയോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യാത്ര ഒരുപാട് ഇഷ്ടം. യാത്ര ഒത്തിരി ചെയ്യാറുണ്ട്. കേരളത്തിലെ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഫോട്ടോ എടുക്കുന്നതും. ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളും കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മക്കൾ 2 പേരും വരയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കലയെ ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി അവരും ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ജോലിയോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകാനാണ് താല്പര്യം. വീട്ടിൽ സന്ദർഭങ്ങളിൽ പുറത്തു പോകാനും ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനവും കുറച്ച് അഹങ്കാരവും മക്കളുടെ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി യാത്ര ചെയ്ത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതാണ് അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള എടുക്കാനാണ് കൂടുതൽ താല്പര്യം. അവിശ്വസനീയമായ ചിത്രങ്ങളായിരുന്നു ബിജുലാൽ എന്ന കലാകാരൻ്റേത്. ഇരുട്ടിൻ്റെ അന്ധതയിലേക്ക് മറഞ്ഞു പോകുന്ന കാട്ടാനക്കൂട്ടങ്ങളും തൻ്റെ ഇരയെ ഭക്ഷണമാക്കി നദിക്കരയിൽ വിശ്രമിക്കുന്ന നരഭോജികളും ഇരയെ വേട്ടയാടിപ്പിടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കരിമ്പുലികളും ഇവയൊക്കെയാണ് ബിജുലാൽ എന്ന കലാകാരൻ്റെ ചിത്രങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നത്. സാധാരണ എടുക്കുന്ന ഫോട്ടോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല ആംഗിളുകളിലുള്ളൊരു ഫോട്ടോസാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് കാണുമ്പോൾ ഇങ്ങനെയും ഈ ഫോട്ടോസ് പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണെങ്കിൽ പോലും ഈ ഒരു ആംഗിളിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ കാഴ്ചകളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് ഇവിടെ വന്ന് ഈ രീതിയിൽ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ ഫ്രെയിം ഈ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി എന്നുള്ള രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാത്രകളിലൂടെയാണ് ഷിബുലാൽ തൻ്റെ കൂടുതൽ ചിത്രങ്ങളും ക്യാമറ കണ്ണുകളിൽ പകർത്താറുള്ളതെന്ന് കലാകാരൻ്റെ സുഹൃത്തുകൂടിയായ ഒരു ഫോട്ടോഗ്രാഫർ വിശദീകരിക്കുന്നു. ഞാനും ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. നേച്ചർ ആൻഡ് ട്രാവൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ബിജുലാലിനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ യാദൃശ്യമായി പരിചയപ്പെടുവാനിടയായി തീർന്നു. അത് മൂന്നാറിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങൾ കണ്ടുമുട്ടി. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ എക്സിബിഷനെ കുറിച്ച് എനിക്ക് വളരെ വളരെ വലിയ അഭിപ്രായമാണ്. കാരണം ശരിക്കും ഒരു പെയിൻറ്റിങ് മൂഡ് എല്ലാ ചിത്രങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യുവാൻ, വളരെ മനോഹരമായി പ്രകൃതിയിൽ നിന്ന് അത് ഒപ്പിയെടുക്കുവാൻ പ്രിയ ബിജുലാലിന് സാധിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കലാകാരനാണ്. പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ കേരളം. എത്രമാത്രം ഫ്രെയിമുകൾ നമുക്കിവിടുന്ന് ലഭിക്കുമെന്ന് നമുക്ക് തന്നെ പറയാൻ സാധ്യമല്ല. അത്രയേറെ മനോഹരമാണ്. പ്രത്യേകിച്ച് മൂന്നാർ ഹൈറേഞ്ചിൻ്റെ ഭാഗങ്ങൾ, വയനാട്, കുട്ടനാടൻ
കാഴ്ചകൾ ധാരാളം. എവിടെ ഇറങ്ങിത്തിരിച്ചാലും ഒരു ദിവസം പോലും നമുക്ക് ഒരു ഫ്രെയിം കോൾ പോലും കിട്ടാത്ത യാത്രകൾ ഉണ്ടാവില്ല. ഇതിനെല്ലാം ഉപരി ഒരു KSEB ഉദ്യോഗസ്ഥനാണ് തൻ്റെ ജോലിക്കിടയിലും ഫോട്ടോഗ്രാഫിയെ കൈവിടാതെ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഈ കലാകാരനിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. KSEBിയിലെ ജോലിയിൽ ഒന്ന് ആദ്യം പറയാം, ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറഞ്ഞാൽ KSEB തന്നെയാണ്. KSEBിയുടെ വരുമാനം തന്നെയാണ് ഇന്ന് ഒരു ക്യാമറ വാങ്ങിക്കണമെങ്കിലും ഈ എക്സിബിഷൻ നടത്തണമെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ KSEBിയിലുള്ള ജോലി തന്നെയാണ്. അപ്പോൾ ഞാൻ ജോലിയില്ല എങ്കിൽ എനിക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ നടത്താൻ പറ്റത്തില്ല. പിന്നെ കൂടെ ജോലി നോക്കുന്ന എല്ലാവർക്കും ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളത് അറിയാം. അപ്പോൾ അത് ഇന്ന് വരെയും എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അതിൻ്റേതായ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. തൻ്റെ സർവീസിന് ശേഷവും ഫോട്ടോഗ്രാഫി എന്ന തലം അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന അതിയായ ആഗ്രഹം ഷിബുലാൽ മനസ്സിൽ സൂക്ഷിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുടെ ശേഖരം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ നാടിന് ഇത്രയേറെ ഭംഗിയുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന, നമ്മുടെ നാടിന് ഇത്രയേറെ ഭംഗിയുണ്ടായിരുന്നോ എന്ന് വിസ്മയത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ ചിത്രങ്ങൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്നത്. ചിത്രങ്ങളും കലാകാരനും വരുന്ന തലമുറയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു പിടി ദൃശ്യവിസ്മയങ്ങൾ നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. പുതുവിസ്മയങ്ങൾ തേടി ഞങ്ങളിതാ യാത്ര നിങ്ങൾക്ക് വേണ്ടി തുടരുകയാണ്.